ഇന്നാൾ ആശ്രമത്തിൽ ഒരാൾ വന്നു, പ്രായമായി. ഞാൻ അമേരിക്കയിലൊക്കെ പോയി പഠിപ്പിച്ചിട്ടുണ്ട്, അധ്യാപകനായിരുന്നു. ഗൾഫിലും പോയി പഠിപ്പിച്ചിട്ടുണ്ട്, MA MEd ആയിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും വന്നു പോയി കുട്ടികളെയൊക്കെ നല്ലപോലെ നോക്കി പഠിപ്പിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു, എല്ലാമായി. ഇപ്പം എന്നെ ആർക്കും വേണ്ട, ഞാൻ മാത്രമാണ്, എൻ്റെ ഭാര്യയും ഞാനും കൂടി ഇരിക്കുക. ആർക്കും എന്നെ വേണ്ട. പെൻഷൻ ഉണ്ടോ? ഉവ്വ്. ആവശ്യത്തിന് ധാരാളം ഉണ്ടോ? ഉവ്വ്. പിന്നെ എന്തിനാ പേടിക്കണേ? ഇനി അവർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേണമെന്ന് പറഞ്ഞ് ഇറന്നുകൊണ്ട് പോണേ? നിങ്ങൾക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയാൽ എനിക്കിനി നിങ്ങളെ വേണമെന്നും തോന്നുന്നില്ല, ഇരിക്കട്ടെ അവിടെ എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി ഒന്ന് ചിരിപ്പിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. എന്താ അത് എനിക്ക് മനസ്സിലാവണില്ല. നമുക്കുണ്ടായ കുട്ടികൾ നമ്മളെ അനാദരിക്കാനാണ് ഇഷ്ടപ്പെടണേന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ എന്നെ അനാദരിക്കണമല്ലോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടെ? നാണാവില്ലേ നമുക്ക്? പ്രായമായി കഴിഞ്ഞു, അവർ വേണമെങ്കിൽ ആദരിക്കട്ടെ. മുതിർന്നവരോട് കൂറും കടപ്പാടും ഉണ്ടാവേണ്ടത് ചെറുപ്പക്കാരുടെ ആവശ്യമാണ്. ഏത് ജനസമുദായത്തിനും പൂർവ്വ സമുദായത്തോടുള്ള കൂറും കടപ്പാടുമാണ് അവരെ ഗുണവാന്മാരാക്കി തീർക്കുന്നത്. അതിനവർ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം അവർക്ക്. പക്ഷെ നമ്മൾ അതിനെ ചൊല്ലി ദുഃഖിക്കരുത്, കരയരുത്. നമുക്ക് പ്രായം കൂടുമ്പോൾ ഒരു പ്രായമൂപ്പ് വരണം. നമുക്ക് അതുകൊണ്ടുള്ള ഒരു മെച്യൂരിറ്റി, ഒരു പാകം നമുക്ക് അനുഭവപ്പെടണം. അപ്പം നമ്മുടെ മുൻപിൽ കുട്ടികളൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അവർക്ക് കയ്യിലുള്ള മുതൽ ഇപ്പം തന്നെ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ്. എത്രയും വേഗം ഞാൻ മരിച്ചു പോയി എന്നുണ്ടെങ്കിൽ അവർക്ക് തൃപ്തിയാണ്. ഇതിപ്പോൾ അങ്ങോട്ട് പറയണു, അവർക്ക് അങ്ങനെയാണോ എന്ന് അറിയില്ല, ഒരു ഭാഗമല്ലേ ഇപ്പത്. അപ്പം ഞാൻ പറഞ്ഞു, കയ്യിലുള്ള മുതൽ വച്ചോളൂ, അവർക്കുള്ളത് തന്നെയല്ലേ. ആയുസ്സുള്ളിടത്തോളം കാലം കൊടുക്കണ്ട. ഈ മുതൽ വലിയ ഉപദ്രവകാരിയാണ്. ഭാര്യയില്ലേ? ഉവ്വ്. അപ്പോൾ അവർ നല്ലപോലെ നോക്കണ്ടേ? നോക്കുന്നുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കൂടി സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അതിന് സാധിക്കണ്ടേ? സാധിക്കും. നമ്മുടെ മനസ്സ് അതിനെ അനുവദിക്കും. പ്രത്യേകിച്ചും ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ എന്താ? താൻ പറഞ്ഞു കൊടുത്തത് ബാക്കിയുള്ളവരെ കേൾപ്പിച്ച് അവർ കേൾക്കണം എന്ന് പറയുന്ന ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു തരണത് നിങ്ങളും കുറച്ച് കേൾക്കണം എന്ന് പറഞ്ഞു ഞാൻ അധ്യാപകനോട്. ബാക്കിയുള്ളവർ പഠിപ്പിച്ച് വരുന്ന ആൾ, ഞാനൊരു കാര്യം പറയുമ്പോൾ നിങ്ങളും കേൾക്കണ്ടേ? അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുക. അവൻ ധൈര്യം ഉണ്ടാക്കി കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു. എന്താ നമ്മൾ ഇത്ര പേടിക്കണത്? ലോകത്തിൽ പല സംഭവങ്ങളും നടക്കട്ടെ, നമ്മുടെ കയ്യിലില്ലല്ലോ. നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് കൂടി ഇണങ്ങിച്ചേരണം. ഇണങ്ങാണ്ടിരിക്കരുത്. നമ്മുടെ മനസ്സിനെ എല്ലാറ്റിനെയും സംലയിപ്പിക്കാൻ, ആത്മസാത്കരിക്കാൻ, സ്വാംശീകരിക്കാൻ ഉള്ള ശക്തി ഉണ്ട്. സമുദ്രം പുഴകളെ സ്വീകരിക്കുന്നതിനേക്കാൾ എത്രയോ മേലെ സംഭവവികാസങ്ങളെ നമുക്ക് മനസ്സിൽ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാറ്റിലും ഗുഹ്യതമമായിട്ടുള്ളത് ഏകജ്ഞാനം, ഏകഭക്തി, അനന്യചിന്ത. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത്തപസ്യസി കൗന്ദേയ തത്കുരുഷ്വമദർപ്പണം. അങ്ങനെ ആയാൽ എന്തു വരുന്നാ പറഞ്ഞത്? കൃഷ്ണൻ എന്തു പറഞ്ഞിട്ടാണ് തുടങ്ങിയത്? ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വ മോക്ഷ്യസേ അശുഭാത്. അശുഭത്തിൽ നിന്ന് മോക്ഷം കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മോക്ഷത്തിൻ്റെ കാര്യം ഇവിടെ വിവരിക്കുകയാണ്. 28-ാമത്തെ ശ്ലോകം. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ. ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനസ്ഥിതി, ഏത് മനസ്ഥിതി? എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ഹോമിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപസ് ചെയ്യുന്നുവോ, എല്ലാം തന്നെ ഒരു തരത്തിലുള്ള വ്യത്യാസമോ വകഭേദമോ ഇല്ലാതെ എനിക്കുള്ള ഉപഹാരമായി സമർപ്പിക്കൂ എന്ന് പറഞ്ഞ ആ സമഗ്ര ഉപഹാര മനസ്ഥിതി വന്നാൽ അവിടെ ശുഭം വേറെ അശുഭം വേറെ എന്നുള്ള ചോദ്യമോ പരിഗണനയോ ഇല്ല. പാപവുമില്ല, പുണ്യവുമില്ല. അവിടെ നിന്നു കഴിഞ്ഞു. ഈ സമഗ്രമായ ഏകാത്മക ഭാവം വന്നു കഴിഞ്ഞാൽ ആ ഭാവത്തിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഫൂ എന്ന് പറഞ്ഞിട്ട് ഇരുട്ട് വെളിച്ചത്തിൻ്റെ മുൻപിൽ പോകുന്ന മാതിരി പോകും. ശുഭാശുഭ ഫലൈരേവം
മോക്ഷ്യസേ കർമ്മബന്ധനൈഹി. അർജുന, ഈ 18 ദിവസം നടത്താൻ പോകുന്ന യുദ്ധത്തിൽ പലരും മരിച്ചു വീഴേണ്ടി വരും, പലരെയും കൊല്ലേണ്ടി വരും. അതിൽ ഭീഷ്മരും ദ്രോണരും എല്ലാവരും പെടും. ഭീഷ്മ പിതാമഹനെ അമ്പെയ്യണം, തല ഉയർത്തി വയ്ക്കാനായി അമ്പെയ്യേണ്ടി വരും. അങ്ങനെ എന്ത് ചെയ്യുന്ന സമയത്തും അതിൽ പാപമോ അശുഭമോ ഇല്ല. ഭീഷ്മൻ ആവശ്യപ്പെട്ടിട്ടാണ് അമ്പെയ്യണത്. അവിടെ പടക്കളത്തിൽ സൈന്യാധിപനായി വന്നു നിന്നത് എന്തിനാ? പാണ്ഡവന്മാരെ തോൽപ്പിക്കാനോ അതോ ദുര്യോധനന് പരാജയം വരാനോ? അപ്പോൾ ദുര്യോധനൻ്റെ പരാജയാർത്ഥം എന്തൊക്കെ വേണോ അതൊക്കെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിനൊരു പുതുമയല്ല. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി. കർമ്മത്തിലുള്ള ബന്ധമുണ്ടല്ലോ, ആ ബന്ധനങ്ങൾ എന്തു തന്നെ ആയാലും ശുഭാശുഭഫലൈഹി കർമ്മബന്ധനൈഹി മോക്ഷ്യസേ. ഈ കർമ്മവും ബന്ധനവും ഒക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, ശുഭം അശുഭം ലോകത്തിലുണ്ടായിക്കോട്ടെ. നിന്നെ സംബന്ധിച്ചിടത്തോളം അർജുന, ഈ സമഗ്ര സമർപ്പണ മനോഭാവം വന്നാൽ ആ മനോഭാവത്തിൻ്റെ ഉള്ളിൽപ്പെട്ട് ഇതൊക്കെ അതിൻ്റെ ശക്തിയെല്ലാം ദഹിച്ച് അങ്ങോട്ട് പുകഞ്ഞു പോകുന്നത്. സന്യാസയോഗയുക്താത്മാ. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാ. സന്യാസയോഗയുക്താത്മാ എന്താ അതിനർത്ഥം? സന്യാസം എന്ന് പറയുന്ന ഒരു യോഗം. ഇവിടെ ബാക്കിയൊക്കെ പോയി. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം ഒക്കെ പോയി. സന്യാസയോഗയുക്താത്മാ. അവിടെ അഹങ്കാരം എന്ന് പറയുന്നത് അങ്ങോട്ട് ഇല്ലാതെയായി. ചെയ്യുന്നതൊക്കെ ഈശ്വരന് വേണ്ടി ഈശ്വരാർപ്പണമായി ചെയ്താൽ പിന്നെ തനിക്ക് വേണ്ടി എന്തെങ്കിലും അവിടെ ബാക്കി നിൽക്കില്ല. അപ്പം പിന്നെ എന്തിനെ ചൊല്ലിയിട്ടാ ബന്ധനം? ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഈശ്വരാർപ്പണമായി ചെയ്താൽ പിന്നെ ഏതെങ്കിലും ഒരു കർമ്മം എനിക്ക് ഫലം നൽകാനായിട്ട് അവിടെ ഉണ്ടാവില്ലല്ലോ. ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ ഈശ്വരനെ ചെന്നണഞ്ഞു. പിന്നെ എനിക്ക് എന്താ അവിടെ ബാക്കി? വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ജീവിതം നയിക്കുന്ന സമയത്ത് ഒന്നിനോടും മമതയില്ലാതെ, ഒന്നിനെക്കുറിച്ചും അഹങ്കാരമില്ലാതെ, കാറ്റുപോലെ, ആകാശത്തെപ്പോലെ, വെള്ളത്തെപ്പോലെ, സമുദ്രത്തെപ്പോലെ അങ്ങനെ അങ്ങോട്ട് ജീവിക്കുകയാണ്. ആകാശവത് ലേപവിദൂരഗോഹം. ആകാശത്തിനെ പോലെ നിർലിപ്തനായിട്ടിരിക്കുക, ലേപമില്ലാതെ ഇരിക്കുകയാണ്. സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാം ഉപയിഷ്യസി. മുക്തനായി നീ എന്നെ പ്രാപിക്കുന്നു. എങ്ങനെ? നീ ഇപ്പോൾ പാപം പിടിപെടും. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ എന്നാണ് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞത്. അഹോബത മഹത്പാപം കർത്തും വ്യവസിതാവയം. വലിയ കൊടും പാപം ചെയ്യാൻ തീരുമാനിച്ച് വന്നിരിക്കുകയാണ് കൃഷ്ണ നമ്മൾ. ഇതൊരു ധർമ്മയുദ്ധമല്ല. യദ് രാജ്യസുഖലോഭേന. ഇത് രാജ്യവും സുഖവും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് മഹാപാപമാണ് എന്നാണ് പറഞ്ഞത്. ആ നില മാറ്റി അതിന് പാപവുമില്ല, രാജ്യത്തിനും സുഖത്തിനും വേണ്ടിയിട്ടല്ല, ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ ഈ വക ചോദ്യങ്ങളൊന്നും വരണില്ല. ആ ചെയ്യുന്നവനെ പിടിപെടാനായി അവിടെ ഒരു കർമ്മവും വിശേഷിച്ച് നിൽക്കുന്നില്ല. ഫലത്തോടു കൂടി അഹങ്കാരം പോയി, മമത പോയി, ആഗ്രഹമില്ല. ഈശ്വരൻ തന്നെ പരിലസിക്കുന്നു, ഈശ്വരൻ തന്നെ അങ്ങ് വിളയാടുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു നിലയിലേക്ക് എത്തിക്കുന്നതാണ് ഈ സമഗ്ര സമർപ്പണ മനോഭാവം. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഹി സന്യാസയോഗയുക്താത്മാ. നോക്കൂ, ഈ മാതിരിയുള്ള സമർപ്പണം ചെയ്യുന്നവൻ അവൻ ഒരു സന്യാസയോഗയുക്താത്മാവാണു. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിക്കൽ. എന്തിനെയാണ് ഉപേക്ഷിച്ചത്? മമതയെ ഉപേക്ഷിച്ചു, അഹങ്കാരത്തെ ഉപേക്ഷിച്ചു, കർത്തൃത്വം ഉപേക്ഷിച്ചു, ഫലാപേക്ഷ ഉപേക്ഷിച്ചു. അങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന സന്യാസം. ആ സന്യാസം തന്നെയാണ് യോഗം. അതിൽ മനസ്സും ബുദ്ധിയും ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് യുക്തമായി തീർന്ന മനുഷ്യൻ വിമുക്തഃ മാമുപൈഷ്യസി, പരിപൂർണ മുക്തനായി എന്നെ വന്ന് പ്രാപിക്കുന്നു. ഇതാണ് ഇവിടെ പറഞ്ഞത്. യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. നമ്മൾ ഈ സന്യാസം എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാനൊരു സന്യാസിയാണ്,
ഞങ്ങളുടെ ആശ്രമത്തിൽ വേറെയും സന്യാസിമാരുണ്ട്. സന്യാസിമാർ ഭാരതത്തിൽ ധാരാളമുണ്ട്. അത് വേഷം കൊണ്ടും ജീവിതവൃത്തി കൊണ്ടും ജീവിതനിഷ്ഠ കൊണ്ടും സന്യാസിമാരാണ്. ഇവിടെ പറയുന്ന സന്യാസം സന്യാസ യോഗയുക്താത്മാ. ആ സന്യാസത്തെ ഒരു യോഗരൂപത്തിൽ കൊണ്ടുവന്ന് അതോടുകൂടി ചേർച്ച വന്നു കഴിഞ്ഞു. ഇവിടെ എന്തൊക്കെയാ ചില വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്? അനന്യഭാവം. അനന്യഭാവം അതുമാത്രമേ ഉള്ളൂ. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരമയമാണ് എല്ലാം. അതിൽ നിന്ന് ഒഴിച്ചു നിർത്താനോ ഒഴിവ് കൊടുക്കാനോ ഒന്നുമില്ല. ഏകഭക്തി. ആ ഭക്തിയിൽ ഭക്തി മാത്രം, പിന്നെ ഭുക്തിയും ഭൗതികവും ഒന്നുമില്ല. ഏകഭക്തി. മനസ്സിനൊരു സമത്വബുദ്ധി, അത് ആദ്യമേ മുതൽക്ക് കൃഷ്ണൻ പറയണതാ. പിന്നെ നിർദ്വന്ദ്വത. ഈ ലോകം മുഴുവനും ദ്വന്ദ്വ സമാഹാരമാണ്, ദ്വന്ദ്വമയമാണ്. ആ ദ്വന്ദ്വങ്ങളെ അതിജീവിക്കുന്ന നില, ഇതെല്ലാം ഒരൊറ്റ തത്വവും ഒരു സിദ്ധാന്തവുമാണ്. അനന്യഭാവം, ഏകഭക്തി, സമത്വബുദ്ധി, നിർദ്വന്ദ്വത. ഈ ഭാവങ്ങളിലൂടെയോ ഈ അറിവിലൂടെയോ അല്ലെങ്കിൽ ഈ സ്ഥിതിയിലൂടെയാണ് നമുക്ക് മുക്തിയും സന്യാസവും ഉണ്ടായിത്തീരുന്നത്. അനന്യഭാവം കൊണ്ട് സന്യാസം, ഏകഭക്തി കൊണ്ട് സന്യാസം, സമത്വബുദ്ധി കൊണ്ട് സന്യാസം, നിർദ്വന്ദ്വം കൊണ്ട് സന്യാസം. ഇതെല്ലാം സന്യാസത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ്. കൃഷ്ണൻ തുടരുന്നു. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. ഇതൊരു വലിയ ചോദ്യമാണ്, എല്ലാവരും ചോദിക്കുന്നതാ. ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെ തുല്യമല്ലേ അദ്ദേഹത്തിൻ്റെ മനോഭാവം? അതെ. എന്നാൽ എന്തുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ നേരെയാക്കണില്ല? അങ്ങനെ ഒരു ഇടപാട് കൃഷ്ണനില്ല, അല്ല ഈശ്വരനില്ല. ഈശ്വരൻ മനുഷ്യജീവിതത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഈശ്വരൻ സൃഷ്ടിച്ചതാണ് പുലി, സിംഹമൊക്കെ. ആ പുലിയും സിംഹവും ഒക്കെ മറ്റ് മൃഗങ്ങളെ പിടിച്ചു തിന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇക്കണ്ട കാലമായി നടക്കണം. എന്നാൽ ഇനി പുലിയെ വേണ്ടാന്ന് വയ്ക്കാം, സിംഹത്തിനെ വേണ്ടാന്ന് വയ്ക്കാം, പൂച്ചയെ വേണ്ടാന്ന് വയ്ക്കാം. അദ്ദേഹം പറയണില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഓരോ ജീവജാലങ്ങൾ അതാത് പ്രകൃതി വിശേഷത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ പ്രവൃത്തിയിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇടപെടൂല്ല. സമോഹം സർവഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും ഞാൻ സമമായി പ്രസരിക്കുന്നു, സമമായി നിൽക്കുന്നു, സമമായി പ്രേരിപ്പിക്കുന്നു, പ്രവർത്തിപ്പിക്കുന്നു. നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ, എനിക്ക് ഒന്നിനോടും ഒരാളോടും ദ്വേഷ്യമില്ല, ഒന്നിനോടും ഒരാളോടും എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമില്ല. അപ്പം പിന്നെ എന്താ ഇവിടെ കാണുന്നത് മുഴുവനും? ഓരോ പ്രകൃതിക്കനുസരിച്ച് ഓരോ ജീവിയും പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാറ്റിനുമുണ്ട് അതിൻ്റേതായ സ്വാതന്ത്ര്യം. ഇതിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കുന്നത് ഞാനാണ്. ഇപ്പോൾ പുലി അതിൻ്റെ ഇരയെ പിടിച്ചത് കൊണ്ട്, ഇരയാരാ? അതും ഈശ്വരൻ രചിച്ച, ഈശ്വരൻ അധിവസിക്കുന്ന ഒരു ജീവിയാണ്. അങ്ങനെ പുലി തിന്നത് കൊണ്ട് എനിക്ക് ഒരു നാശവും വരാൻ പോണില്ല എന്ന്. തിന്നാതിരുന്നാലും ആ ശരീരം വീഴും, തിന്നാലും ആ ശരീരം വീഴും. ഇപ്പോൾ കുരുക്ഷേത്രത്തിലുള്ള യുദ്ധം നടക്കാൻ പോണത് ആര് തമ്മിലാ? അവിടെ പടയാളികളായി വന്ന് പരസ്പരം പടപൊരുതി കൊല്ലാനും മരിക്കാനുമായി വന്നിട്ടുള്ളവരോടാണ് ഈ യുദ്ധം. കർണൻ പറയുകയാണ്, കൃഷ്ണൻ ചെന്ന് സംസാരിച്ചപ്പോൾ, ഞാൻ അങ്ങ് പറയുന്നത് മാതിരി പക്ഷം മാറില്ല. എന്താ കാരണം? ഈ ക്ഷത്രിയന്മാരൊക്കെ ഉറക്കം തൂങ്ങികളായി കഴിഞ്ഞുകൂടെയുള്ളൂ. അവർ ഈ പടക്കളത്തിൽ വന്ന് പട ചെയ്ത് വീരസ്വർഗം പ്രാപിക്കേണ്ടവരാ. അതുകൊണ്ട് ഞാനെങ്ങാനും പക്ഷം മാറി ഈ യുദ്ധം ഇല്ലാതെയായ ഈ ക്ഷത്രിയന്മാരൊക്കെ 45 ലക്ഷം ക്ഷത്രിയന്മാർ എന്ത് ചെയ്യും? വെറുതെ ഭൂമിക്ക് ഒരു ഭാരമായിട്ടിരിക്കുന്ന കർണൻ വരെ പറയുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് വിട്ടൊരു വലിയ അർത്ഥവും ഒരു ഉദ്ദേശവും ഉണ്ട് ഈ സൃഷ്ടിയുടെ നാനാവശങ്ങളിൽ. എന്നാൽ പിന്നെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഏ ഭജന്തി തു മാം ഭക്തിയ, ഭക്തിയോടുകൂടി ആരാരെന്നെ ഭജിക്കുന്നുവോ മഹിതേ തേഷു ചാപ്യഹം, എന്നെ ആദരവോടുകൂടി ഭജിക്കുമ്പോൾ ഞാൻ അവരിലുണ്ട്, അവരെന്നിലുമുണ്ട്. അപ്പം എൻ്റെ ഉള്ളതും ഇല്ലാത്തതും ഞാൻ വരുത്തി തീർക്കുന്നതല്ലാന്ന്. മനുഷ്യരുടെ അഭിപ്രായത്തിലും സമ്മതത്തിലും സ്വീകാരത്തിലും അതിലുണ്ടാവുന്നതാണ്. എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. വ്യത്യാസങ്ങൾ വരുത്തി തീർക്കുന്നത് അവരവരുടെ പ്രകൃതി വിശേഷം. ഇത് 5-ാം അധ്യായത്തിലും കൃഷ്ണൻ പറയുണ്ടായി. എന്താ പറഞ്ഞത്? ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു
ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു. ഈ ലോകപ്രഭു ഉണ്ടല്ലോ, ആ പ്രഭു ആരിലും കർത്തൃത്വമോ കർമ്മമോ കർമ്മഫലത്തോടു കൂടി ചേർത്ത് വയ്ക്കലോ ഇതൊന്നും മഹാപ്രഭു ചെയ്യുന്നില്ല എന്ന്. അദ്ദേഹം കർത്തൃത്വം രചിക്കുന്നില്ല, കർമ്മങ്ങൾ രചിക്കുന്നില്ല, കർമ്മഫലവുമായി ചേർത്ത് വയ്ക്കൽ അതും രചിക്കുന്നില്ല. എന്നാ കർമ്മഫല സംയോഗം. പിന്നെ എന്താ അവിടെ നടക്കുന്നത്? സ്വഭാവസ്തു പ്രവർത്തതേ. ഓരോന്നിൻ്റെയും ഭാവം, സ്വഭാവം, അതാണ് ഇവിടെ നടക്കുന്നത്. പൂച്ച എലിയെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? പൂച്ചയുടെ സ്വഭാവം. എലി പിടിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എലിയുടെ ഘടന അങ്ങനെയാ, പൂച്ചയുടെ ഘടന അങ്ങനെയാ. ഇനി എലിക്ക് 2 കൊമ്പും കുറച്ച് പൊക്കം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പൂച്ചയെ പിടിച്ചു തുറക്കും. അതിനതില്ല. പൂച്ചയ്ക്ക് ചാടി പിടിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഗതിവിശേഷം എലിക്കുള്ളൂ. അപ്പം പിന്നെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ നടക്കണമെന്ന്. സ്വഭാവമാണ് അവിടെ. സ്വഭാവസ്തു പ്രവർത്തതേ നാദത്തേ കസ്യചിത് പാപം നചൈവ സുകൃതം വിഭു. ഒരാളുടെയും പാപം ഏറ്റെടുത്ത് തുടച്ചു മാറ്റുന്നില്ല മഹാപ്രഭു. അതുമാതിരി സുഹൃതവും ഏറ്റെടുത്ത് സമ്മാനം കൊടുക്കണില്ല. നാദത്തേ കസ്യചിത് പാപം നചൈവ സുഹൃതം വിഭു അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. എന്നാൽ പിന്നെ മനുഷ്യരുടെ പലതരത്തിലുള്ള വിചാരവും വ്യാഖ്യാനവും പ്രവൃത്തിയും ഭാവവും ഒക്കെ എന്താ? അറിവില്ലായ്മ. ശരിയായ അറിവിനെ അറിവില്ലായ്മ മറക്കുകയാണ്. തേന മുഹ്യന്തി ജന്തവഃ. അതുകൊണ്ട് ജന്തുക്കൾക്കൊരു വ്യാമോഹം വന്നിരിക്കുക. ഞാൻ അതിനു മുമ്പ് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൂർവാശ്രമത്തിലെ ജന്മം പാറളിക്കാട്ടാണ്. അപ്പോൾ പാറളിക്കാട്ടിൽ ആ പേര് തന്നെ പാറളിക്കാടാണല്ലോ, പാർവള്ളിക്കാട്. പാർവള്ളി എന്ന് പറഞ്ഞാൽ കുണ്ടാരൻ, അത് ധാരാളം ഉണ്ട് ആ കാടുകളിൽ. അപ്പം ഞങ്ങൾ പശുക്കളൊക്കെ എന്തു ചെയ്യും? കാലത്ത് ഒരു മേച്ചിക്കാരനുണ്ട്, അദ്ദേഹം വന്ന് പശുക്കളെയൊക്കെ അഴിച്ചു വിട്ടാൽ കാലത്ത് ഒരു 9 മണിയാവുമ്പോൾ എല്ലാവരും കൂടി കാട്ടിലേക്ക് പോവും തിന്നാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പുലിയൊക്കെ വന്ന് പിടിക്കുക, അങ്ങനെയുള്ള സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരുന്നു വല്ലപ്പോഴൊക്കെ. അപ്പോൾ പശുക്കൾ പോവുമ്പോൾ പെട്ടെന്ന് പോവാൻ അവർക്ക് വിഷമമാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഞാൻ ഈ പറയുന്നതിന് മുമ്പ് പുലി വന്ന് പിടിക്കലൊക്കെ ഉണ്ടായി. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു വലിയ കൊമ്പുള്ള ഒരു കൊമ്പൻ പശു ഉണ്ടായിരുന്നു. ആ കൊമ്പൻ പശു ഒരു ദിവസം പുലി പിടിക്കാൻ വന്ന സമയത്ത് കൊമ്പും ചെന്നങ്ങോട്ട് എതിർത്തപ്പോൾ പുലി ഓടിപ്പോയി. പേടിച്ച് പുലി പിൻവാങ്ങിയപ്പോൾ മറ്റുള്ള പശുക്കൾക്ക് ലീഡറായിപ്പോൾ അവർക്ക് സമാധാനമായി. അപ്പോൾ സാധാരണ ഈ പുലി ഓടി വന്ന ഒരു പയ്യും തിരിച്ചാക്രമിക്കാൻ നോക്കാറില്ല. ആ വരുമ്പോഴേക്കും പേടിച്ച് ആ പേടിയിലാണ് ഈ പുലി കടന്ന് ഇവിടെ പിടിക്കുന്നത്. ഈ പശു എങ്ങാനും ഒന്ന് ആക്രമിച്ച് കാലുകൊണ്ടൊരു തട്ടി കൊമ്പുകൊണ്ടൊരു കുടഞ്ഞാൽ ഒരു പക്ഷേ ഈ പുലി അതിൻ്റെ മേല് കൊണ്ടാൽ അതിനും വേദനയില്ലേ. പക്ഷെ അവർ പേടിയാണ് ആദ്യം. ഈ കൊമ്പൻ പശു എന്ത് ചെയ്തു? എതിർത്തപ്പോൾ ഓടിപ്പോയി. അന്ന് മുതൽക്ക് ആ നാട്ടിലുള്ള പശുക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കൂടി വന്ന് ആ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വട്ടം കൂടി നിൽക്കും. ഈ തള്ളപ്പശു കൊമ്പൻ പശു വന്നാൽ അപ്പോൾ പിന്നെ എല്ലാവരും പിന്നാലെ പോകും. അതുവരെ അനങ്ങില്ല അവർ. എന്തിനാ ഞാനിത് പറഞ്ഞത്? എപ്പോഴും പേടിച്ച് പിന്മാറുന്ന പശു, അതിൽ ഒരു പശു എതിർക്കാൻ പുറപ്പെട്ടപ്പോൾ പുലി തന്നെ പേടിച്ചു എന്നാണ് പറയണത്. അപ്പം ഇനി പശുക്കൾ പുലിയെ എതിർക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷമൊക്കെ ഒന്നും മാറില്ലേ? അതാണ് സ്വഭാവസ്തു പ്രവർത്തത എന്ന് പറയുന്നത്. ആ സ്വഭാവം അങ്ങനെ അങ്ങോട്ട് തുടരുക. അജ്ഞാനേന ആവൃതം ജ്ഞാനം. ഈ പശുവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞാലോ നമുക്ക് മനസ്സിലാക്കിക്കാനോ പറ്റില്ല. നിങ്ങളൊന്ന് ചെല്ലൂ, എതിർത്തോളൂ എന്ന് നമുക്ക് പറയാൻ പറ്റാറില്ല. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. സ്വഭാവസ്തു പ്രവർത്തതേ സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയിതേ തേഷു ചാപ്യഹം. എന്താ ഇവിടെ പറയണത്? എല്ലാ ഭൂതങ്ങളിലും ഒരുപോലെ അധിവസിക്കണു ഞാൻ. ഉറുമ്പിലും ഞാനാണ്, ആനയിലും ഞാനാണ്, പുലിയിലും ഞാനാണ്. എല്ലാറ്റിൻ്റെയും ജീവൻ ഒന്നാണല്ലോ, ശരീരഘടനയിലേ മാറ്റമുള്ളൂ. അപ്പോൾ എല്ലാറ്റിലും ഒരുപോലെയാണ്. എന്നാൽ മനുഷ്യനിലും അത് തന്നെ. എന്നാൽ ചിലരെന്നെ ഭജിച്ച് ആദരിച്ച് മനസ്സിൽ എപ്പോഴുമുണ്ട് എന്ന് വിചാരിക്കണു.
അപ്പം ഞാൻ എപ്പോഴും ഉണ്ട്. ചിലർ പറയുന്നു ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ, തേവർ അവിടെയാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ മാത്രം. പൂജാമുറിയിലിട്ട് പൂട്ടി വെച്ചിട്ട് ജോലി ചെയ്യും. അപ്പോൾ എനിക്ക് എന്താ നിവൃത്തി? പുറത്തു വരാൻ പാടില്ലല്ലോ. ആരാണോ എൻ്റെ കൂടെയുണ്ട്, എപ്പോഴുമുണ്ട്, അങ്ങനെ വിചാരിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസങ്ങൾ മുഴുവൻ വരുത്തി തീർക്കുന്നത് ഭക്തന്മാരും അവരുടെ മനസ്സും അവരുടെ വിചാര വ്യത്യാസങ്ങളുമാണ്. ഞാൻ വരുത്തി തീർക്കുന്ന വ്യത്യാസമല്ല. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരു ശരീരം, 5 ഇന്ദ്രിയങ്ങൾ, ഒരു മനസ്സ്, ഒരു ബുദ്ധി, ഒരു അഹങ്കാരം. ഈ ഘടകങ്ങളെ വെച്ചുകൊണ്ട് ഓരോരുത്തരും ഓരോ തരത്തിൽ ചിന്തിക്കണു. ചിലർ പറയണു ഞാൻ അടിമയാണെന്ന്, ചിലർ പറയണു നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന്, പിന്നെ ചിലർ പറയണു മുഴുവനും ഇല്ലയെന്ന്. അങ്ങനെ മനുഷ്യരിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസവുമില്ല എന്ന്. ഞാൻ എല്ലാവരിലും സമമാണ്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഞാൻ ഒരാളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു, പിന്നെ ഒരാളെ നിഗ്രഹിച്ചു എന്ന് നിങ്ങളൊരൊറ്റ ആളും പറയരുത്. നിഗ്രഹങ്ങൾ ഞാൻ കൊടുക്കണതല്ല, അവരുടെ പ്രവൃത്തിയിലും അവരുടെ ചിന്തയിലും അവരുടെ സമീപത്തിലും നിർഗളിക്കുന്നതാണ്. ഏ ഭജന്തി തുമാം ഭക്തിയ മയിതേ തേഷു ചാപ്യഹം. ഇത് ഭക്തന്മാരുടെ വിവിധ ചിന്തകളെക്കുറിച്ചിട്ടുള്ള പരാമർശമാണ്. മുമ്പ് പറഞ്ഞത് എന്താ? അതിന് വിരോധാണോ എന്ന് നിങ്ങൾ ധരിക്കരുത്. മയാ തതമിദം സർവം ജഗദവ്യക്തമൂർത്തിന മത്സ്ഥാനി സർവഭൂതാനി നചാഹം തേഷ്വവസ്ഥിത നച മത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം. ഇതേ അധ്യായത്തിൽ മുമ്പ് പറഞ്ഞതാണല്ലോ 4-ാമത്തെ ശ്ലോകം, 4ഉം 5ഉം ഒക്കെ. എന്താ പറഞ്ഞത്? ഞാൻ എൻ്റെ അവ്യക്തമൂർത്തിയാൽ ഈ ലോകത്തിൽ ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, എല്ലാ ഭൂതങ്ങളും എന്നിലാണ്, പക്ഷേ ഞാൻ ഒന്നിലുമില്ല എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു നച മത്സ്ഥാനി ഭൂതാനി, എന്നിൽ ഭൂതങ്ങളും ജീവജാലങ്ങളുമില്ല. പശ്യമേ യോഗമൈശ്വരം, ഇതെൻ്റെ ഐശ്വര്യയോഗമാണെന്ന്. ഇവിടെ പറയണത് എന്താ? സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഇവിടെ പറയുന്നത് വേറെ ഒരു ഭാവത്തിലും അർത്ഥത്തിലുമാണ്. അവിടെ അസ്തിത്വത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇവിടെയോ ഭക്തജനങ്ങളുടെ ആരാധനാ സമ്പ്രദായത്തിലുള്ള വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് ചിലരെന്നെ വേണ്ടതുപോലെ അറിഞ്ഞ് ആരാധിക്കണു, പിന്നെ ചിലരെ അകറ്റി നിർത്തുന്നു, കുറേശ്ശെ ആരാധിക്കുന്നു. ആ വ്യത്യാസങ്ങൾ ഞാൻ വരുത്തുന്നതല്ല. എന്നെ ആരാധിക്കുന്നതിൽ പല വ്യത്യാസങ്ങളുമുണ്ട് എന്ന് പറയുണ്ടായി. എന്താ? മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാ ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം യേഷാം തു അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താഃ ഭജന്തേ മാം ദൃഢവ്രതാഃ. ഇങ്ങനെ ഭക്തന്മാർക്ക് ശരിയായിട്ടുള്ള ഒരു ഏകഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിന് നല്ല പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യസംസ്കാരം വേണം എന്നൊക്കെ മുൻപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം ഈ 9-ാമത്തെ അധ്യായത്തിൽ ഇത്രയും സംസാരിച്ച് വന്നതിൻ്റെ ഒരു അവസാന ഭാഗം ചിത്രീകരിക്കുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ. ഞാൻ എല്ലാവരിലും സമമാണ്, എനിക്ക് ആരോടും ദ്വേഷവും ഇല്ല പ്രിയവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ മുഴുവൻ അവരവർ വരുത്തി തീർക്കുന്നതാണ്. ഈ വസ്തുത മനസ്സിലാക്കി എന്ത് വേണം? എല്ലാവരും എന്നെ ഭജിക്കാൻ അങ്ങോട്ട് പുറപ്പെടുക അനന്യഭാവത്തിൽ. അങ്ങനെ പുറപ്പെടുമ്പോൾ ആർക്കെങ്കിലും അതിന് കൂടുതൽ സൗകര്യമോ കുറവ് സൗകര്യമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ എല്ലാവർക്കും ഒരേപോലെ ലഭ്യനാണ്, എല്ലാവരിലും ഉണ്ട്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. അപ്പം ആർക്ക് വേണമെങ്കിൽ എന്നെ ആരാധിക്കാൻ എന്താ വിരോധം? ഒരു വിരോധമില്ല. ഞാൻ കുറച്ച് താണവനാണ്, ഞാൻ കുറച്ച് മഹാഭാവിയാണ്, ഭഗവാന് ഞാൻ പുണ്യവാൻ വിചാരിക്കുന്ന പോലെ വിചാരിച്ചൂടാ, അങ്ങനെയൊന്നും വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കൃഷ്ണൻ തുറന്നു പറയണു, അഭിചേത് സുദുരാചാരോ. ഏറ്റവും ദുർവൃത്തനാണ് ഒരാൾ എന്നിരിക്കട്ടെ, ദുഷ്ടനാണ്, ദുർവൃത്തനാണ്, ദുരാചാരിയാണ്. ആ ദുരാചാരികളിലും വെച്ച് അങ്ങേയറ്റം മികച്ചവൻ, മേലേക്കട, അങ്ങനെ ആണെങ്കിൽ പോലും ഭജതേ മാം അനന്യഭാഗ്. ഒന്ന് ശരിക്ക് കേൾക്കുവപ്പാ. അനന്യഭാഗ്
ഭജതേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ പറഞ്ഞു തന്ന മാതിരി എല്ലാറ്റിലുമുണ്ട്, എല്ലാ ദിക്കിലുമുണ്ട്. യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്ദേയ മത്കുരുഷ്വ തത്കുരുഷ്വ മദർപ്പണം. ആ പറഞ്ഞ മാതിരി ഭജതേമാം അനന്യഭാഗ്, ഈശ്വരനല്ലാതെ ഒന്നുമില്ല. അനന്യമായ ഒരു മനസ്ഥിതിയോടുകൂടി എന്നെ ഭജിക്കുന്നവൻ, അവൻ എത്ര ദുർവൃത്തനായിക്കോട്ടെ, അവൻ അതുവരെ ചെയ്തിരിക്കുന്നതൊക്കെ തെറ്റ്, മഹാപാപി, ഒരാൾക്കും ഉപകാരം ചെയ്തിട്ടില്ല, നല്ലത് ചെയ്തിട്ടില്ല, നല്ല മനസ്സില്ല, എന്നെ ഭജിച്ചിട്ടുമില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അനന്യഭാക്കായി ഭജിക്കാൻ തുടങ്ങിയാൽ സാധുരേവ സമന്തവ്യ, ആ ആളെ സാധുവായി നല്ലവനായി കണക്കാക്കണം. എന്താ ഈ നല്ലവനായി കണക്കാക്കണം എന്ന് പറഞ്ഞ അർത്ഥം? ആ ഭജന അങ്ങോട്ട് തുടങ്ങിയോ പിന്നെ മനസ്സിൽ ഞാനാ. അപ്പം ഞാനുള്ള സ്ഥലത്ത് പിന്നെ എന്താ അവിടെ തെറ്റ്? അസ്വീകാര്യത എന്താ? ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ഇറക്കുമതി ചെയ്യുക നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ന അർത്ഥം. ഈശ്വരനെ നാം ഭജിക്കുന്നത് വരെ ഈശ്വരൻ നമ്മളിലുണ്ടല്ലോ. അപ്പം എത്ര വലിയ ദുരാചാരിയാണെങ്കിലും അനന്യഭാക്കായി അനന്യഭക്തിയോടുകൂടി എന്നെ ഭജിക്കുന്ന പക്ഷം സഹ സാധുഹു ഏവ മന്തവ്യ. നിങ്ങൾ പിന്നെ ഒന്നും പറയരുത്. അതേവരെ അയാൾ എന്ത് ചെയ്തു എന്നുള്ള ആലോചനയില്ല. അതുവരെയുള്ള ഇരുട്ട് മുഴുവനും ഒരു ചെറിയ ബൾബിട്ടാലും ടപ്പെന്ന് ഇരുട്ട് പോകുന്ന മാതിരി അതേവരെയുള്ള പാപഫലം മുഴുവനും പോയി. അനന്യഭാക്കായി ഭജിക്കണം. ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മാസമോ ഭജിച്ചിട്ട് നിർത്തല്ല. സമഗ്രമായിരിക്കുന്ന ഒരു സമർപ്പണ ഭജനം അതേമാതിരി ഭജിക്കുകയാണെങ്കിൽ സമ്യക് വ്യവസിതോ ഹി സഹ, ആ മനുഷ്യൻ്റെ തീരുമാനം വളരെ വിശേഷപ്പെട്ടതാണ്. വ്യവസായാത്മിക ബുദ്ധിരേഖേഹ കുരുനന്ദന എന്ന് പറഞ്ഞ നിലയിലേക്ക് ആ മനുഷ്യൻ എത്തിക്കഴിഞ്ഞു. ആ ആളെയാണോ പിന്നെ നിങ്ങൾ ദുരാചാരി എന്ന് പറയണത്? പോട്ടെ, സദാചാരികളായ നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള ഏകഭക്തി വരുന്നുണ്ടോ? ഇല്ലല്ലോ. ആ മനുഷ്യന് വന്നാൽ പിന്നെ എന്തിനാ ദുരാചാരി എന്ന് പറയണേ? ഞാൻ ചിലപ്പോൾ പറയും, ഈ നല്ലവരുണ്ടല്ലോ അവർക്ക് ഏകഭക്തി വരില്ല, പിന്നെയും ഭേദം കൊല്ലാത്തവരാ. നല്ലവർക്കൊരു അഭിമാനമുണ്ട്, ഞാൻ നല്ലവനാ, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഈശ്വരൻ എനിക്ക് മരുന്ന് പോലെ മതി, ഭക്ഷണം പോലെ വേണ്ട. പൊല്ലാത്തവനോ, അയ്യോ എൻ്റെ ജീവിതം മുഴുവൻ വ്യർത്ഥമായി, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ, കൃഷ്ണ കൃഷ്ണ നാരായണ ശിവ അത് മാത്രമേ ഉള്ളൂ അവർക്ക്. അങ്ങനെയാണല്ലോ വാൽമീകി രത്നാകരൻ എന്താ ചെയ്തേ? അയ്യോ ഞാൻ ചെയ്തത് മുഴുവൻ തെറ്റായില്ലോ. എന്നിട്ടിപ്പോൾ ഭാര്യയും മക്കളും പറയണത് താങ്കൾ ചെയ്യുന്ന പാപത്തിൽ ഞങ്ങൾ പങ്കാളിയാവില്ല എന്നാ. അപ്പം ഞാൻ ഇത്ര നാളും വിചാരിച്ചു എനിക്ക് അവരുണ്ടെന്ന്, ഇപ്പം പറയണു അവരില്ല എന്ന്. അപ്പോൾ പിന്നെ ഈ അബദ്ധത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇനി എന്ത് വേണം? മഹർഷിമാർ പറയണതാ കേട്ടുകളയാം. തുടങ്ങി രാമ 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 രാമ, ആ ഇരിപ്പിലിരുന്നു പുറ്റു വന്ന് മൂടി. എനിക്ക് തോന്നുന്നു വാൽമീകി ഒരു ഭൂസുരശ്രേഷ്ഠനായിരുന്നു മുമ്പ് എന്ന് വെച്ചാൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്. അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ക്ഷിപ്രം ഭവതി ധർമാത്മാ. ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ സനാതനധർമ്മം, ആ സംസ്കാരത്തിൻ്റെ തിളങ്ങുന്ന രത്നങ്ങളാണിത് മുഴുവനും. ക്ഷിപ്രം ഭവതി ധർമാത്മാ. നമ്മുടെ രാജ്യത്തിൽ അൺടച്ചബിലിറ്റി, അയിത്തം, അസ്പൃശ്യതയൊക്കെ ധാരാളം ഉണ്ടായിരുന്നല്ലോ. അതിനെയാണ് എല്ലാവരും ഉയർത്തി കാണിക്കുന്നത്. സർവ്വതിനെയും തുടച്ചു മാറ്റുന്ന ഒരു വിശുദ്ധമായ സംസ്കാരം, പവിത്ര സംസ്കാരം നമുക്കുണ്ട്. അതിനെ ആരും എടുത്തു കാണിക്കുന്നില്ല. ക്ഷിപ്രം ഭവതി ധർമാത്മാ. എത്രയും വേഗം ആ മനുഷ്യൻ ധർമാത്മാവായിത്തീരുന്നു. ഭൂസുരശ്രേഷ്ഠന്മാർക്ക് ഇങ്ങനെ ധർമാത്മാവാൻ സാധിച്ചു എന്ന് വരില്ല. അവർക്കൊരു അഭിമാനമുണ്ട്, ആഭിജാത്യബോധമുണ്ട്. ഞങ്ങൾ വൈദിക കർമ്മങ്ങൾ, ഗായത്രി ജപം, സന്ധ്യാവന്ദനം, ജപം, നിഷ്കർഷ, തർപ്പണം ഇതൊക്കെ ഉള്ളവരാണെന്നൊരു ധാരണയാണ്. അതുകൊണ്ട് അവർക്ക് ഈ സമഗ്രഭക്തി വരുന്നില്ല. ഈ ദുരാചാരിക്കോ ക്ഷിപ്രം ഭവതി ധർമാത്മാ. പെട്ടെന്ന് ആ മനുഷ്യൻ
ധർമാത്മാവായിത്തീരുന്നു. ധർമാത്മാവായിത്തീരുന്നു. ശശ്വച്ഛാന്തിം നിഗച്ഛതി. അതിൻ്റെ ഫലം എന്താ? എന്നേക്കുമായിട്ടുള്ള ശാന്തിയാണ് ആ മനുഷ്യന് കൈവരുന്നത്. ധർമാത്മാവായി ശശ്വച്ഛാന്തി കൈവരിക്കുന്നു. അല്ലേ കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അർജുനനോട് പറയാ, ഹേ കൗന്ദേയ, കുന്തിപുത്ര, നീ പോയിട്ട് എല്ലായിടത്തും പറയ്, എല്ലാവർക്കും വേണ്ടി പ്രതിജ്ഞ ചെയ്യ, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന് കൃഷ്ണൻ പറയാണ്. എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കില്ല എന്ന്. അർജുന, നീ പോയി പെരുമ്പറയടിച്ച് പറയാന്ന്. ഇപ്പം എന്തായി? അർജുനൻ ഒരു പൃച്ഛകൻ മാത്രമല്ല, കൃഷ്ണൻ്റെ ഒരു പ്രതിനിധിയായി ഈ ധർമ്മസന്ദേശം എവിടെ വേണമെങ്കിൽ പോയി പറഞ്ഞ് പ്രതിജ്ഞ ചെയ്യാനാ പറയണത്. ഈശ്വരൻ്റെ അനന്യഭക്തന് നാശമില്ല, നാശമില്ല, നാശമില്ല എന്ന്. നിങ്ങൾ എന്തു പറയുന്നു? കേൾക്കുന്നുണ്ടോ അത്? നമേ ഭക്ത പ്രണശ്യതി. എൻ്റെ ഭക്തൻ നശിക്കില്ല, നശിക്കില്ല. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. നമേ ഭക്ത പ്രണശ്യതി. നമേ ഭക്ത പ്രണശ്യതി. കൗന്ദേയ പ്രതിജാനീഹി. അർജുന, എനിക്ക് വേണ്ടി പോയി പ്രതിജ്ഞ ചെയ്യ. ഈശ്വരഭക്തൻ ഒരിക്കലും നശിക്കില്ല, നശിക്കില്ല. ഈ ലോകത്തിൽ ആരും പേടിക്കണ്ട, ഇതിൽ മുങ്ങിപ്പോകുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ കൊടുങ്കാറ്റുണ്ടാകട്ടെ, വെള്ളപ്പൊക്കമുണ്ടാകട്ടെ, ഭൂമികുലുക്കമുണ്ടാകട്ടെ, അഗ്നിപർവ്വതം പൊട്ടട്ടെ, സുനാമി വരട്ടെ, എന്തു തന്നെ വന്നാലും ഇതൊക്കെ പഞ്ചഭൂതങ്ങളിൽ വരുന്ന ഗതിവിഗതികളാണ്. നമ്മെ ഒന്നും ഇത് ബാധിക്കുന്നതല്ല. എന്തു തന്നെ വന്നാലും അതുകൊണ്ടൊന്നും നശിക്കാതെ ഇരിക്കത്തക്ക വിധത്തിലുള്ള ഒരനശ്വരത നമ്മുടെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടാണ് സൃഷ്ടി തന്നെ നടന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, എന്തു പറയും? ഒരു ശിശു ജനിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള അഭിഷേകമാണ്. ശരീരം കൊണ്ട് നശ്വരാഭിഷേകം, നശ്വരതയുടെ അഭിഷേകം. അതേ സമയത്ത് ജീവൻ, ആത്മാ എന്നുള്ളത് കൊണ്ട് അനശ്വരത കൊണ്ടുള്ളൊരു അഭിഷേകം. നമ്മൾക്ക് എന്തു തന്നെ വന്നാലും ഈ ശരീരം എത്ര സൂക്ഷിച്ചു വച്ചാലും നശ്വരം തന്നെ. ആ നശ്വര ശരീരത്തിനാണ് ഒരു നാശം സംഭവിക്കുന്നത് അപകടത്തിൽ. അതുകൊണ്ട് എന്തു വന്നു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? വയസ്സായി 80-ാമത്തെ വയസ്സിൽ ഉണ്ടാവേണ്ട മരണം ഒരു പക്ഷേ 40-ാമത്തതിലോ 35-ാമത്തെ വയസ്സിലുണ്ടായി. അത്രയല്ലേ ഉള്ളൂ. നശ്വര ശരീരമാണല്ലോ നശിച്ചിരിക്കുന്നത്. അനശ്വരമായ ആത്മാവിനോ ഒരു നാശവുമില്ല, ഒരു നാശവുമില്ല. ഇനി ഈ ശരീരം അപകടത്തിൽപ്പെടാതെ കുറേ കാലം ജീവിച്ചിരുന്നു, 80-90 വയസ്സ് ഇരുന്നാലും ഈ അനശ്വര ആത്മാവിന് എന്തെങ്കിലും മെച്ചം കൂടുതലുണ്ടാവുമോ? ഉണ്ടാവില്ല. പിന്നെയും അത് വിടാൻ തന്നെയാണ് പോണത്. അതുകൊണ്ട് നിർഭയരായി ജീവിക്കുമപ്പാ. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഇവിടെ ഭയപ്പെടുന്നത്? നമ്മുടെ ശരീരം പാഞ്ചഭൗതികമാണ്, നശ്വരമാണ്. ഉള്ളിലുള്ള ആത്മാവോ അത് അനശ്വരമാണ്. ആ അനശ്വരതയ്ക്ക് ഒരു മാറ്റവും ഈ ലോകം കൊണ്ട് വരുത്താൻ പറ്റില്ല. ഇനി എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടിയാലും കൂട്ടിയാലും എന്താ? നശ്വര ശരീരം കൊണ്ട് നശ്വര വസ്തുക്കൾ എത്ര ശേഖരിച്ച് പെരുക്കി വർദ്ധിപ്പിച്ചാലും നശ്വരത വർദ്ധിക്കുന്നതല്ലാതെ ഒരു നേട്ടമോ മെച്ചമോ ഉണ്ടാവുന്നില്ല. ഈ വിവേകം, ഈ വൈരാഗ്യമുള്ളവൻ ഈ ലോകത്തിൽ എന്തിനു ഭയപ്പെടുന്നു? അപ്പം നിർഭയരായി ജീവിക്കൂ. അതാണ് ഉപനിഷത്ത് പറയുന്നത്, വേദോപനിഷത്ത്. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേദി കുതശ്ചന. ബ്രഹ്മാവിനെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കി ആ ആനന്ദത്തെപ്പറ്റി ഗ്രഹിച്ചവന് ഒരിക്കലും ഭയമില്ല എന്ന്. ഭയം മനഃസൃഷ്ടമാണ്. അത് നീങ്ങാനുള്ള വഴി ബുദ്ധിക്കുള്ള അറിവ് മാത്രമാണ്. ജ്ഞാനം കൊണ്ടേ ഭയം നീങ്ങൂ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി. കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി. നമേ ഭക്ത പ്രണശ്യതി. ഈ 9-ാം അധ്യായത്തിൻ്റെ വിശേഷം ഞാൻ പല തവണയായി പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണത്? 1 മുതൽ 6 അധ്യായം വരെയുള്ള എല്ലാ ചർച്ചകളും
വ്യക്തിഗതമാണ്, വ്യഷ്ടിഗതമാണ്, അവനവനിൽ മാത്രം ഉറച്ചിരിക്കുന്നതാണ്. അതിൻ്റെ പരിസമാപനമാണ് ധ്യാനം. ധ്യാനം ചെന്ന് കലാശിക്കുന്നതോ സമാധിയിൽ. അതുതന്നെയാണ് 2-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചതും വ്യക്തമാക്കിയതും. പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞ തഥാ ഉച്യതേ എന്ന് പറഞ്ഞപ്പോഴും ധ്യാനം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ധ്യാനത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു മുറിവ് വരാതെ ആ ധ്യാനത്തിൽ എങ്ങനെ ഇരുന്നുവോ അതേപോലെയുള്ള ഫലം, മഹിമ, മാഹാത്മ്യം, ആ സ്വസ്ഥിതി കിട്ടത്തക്ക വിധത്തിൽ എങ്ങനെ വ്യവഹാരങ്ങളെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് സ്ഥിതധി എന്ന വിവരണം കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഈ സ്ഥിതപ്രജ്ഞത എന്ന് പറഞ്ഞാലും സ്ഥിതധീത്വം എന്ന് പറഞ്ഞാലും അത് തികച്ചും വ്യക്തിഗതമാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്നതാണ് ഈ ലോകം. ആ ഇന്ദ്രിയങ്ങളിലാണ് സമ്പർക്കം നടക്കുന്നത് ലോകവസ്തുക്കളുമായി. ആ സമ്പർക്കത്തിലാണ് നമുക്ക് നിയന്ത്രണമോ മെരുക്കമോ ഒതുക്കമോ ഒക്കെ വരുത്തേണ്ടത്. അത് വ്യക്തിഗതമാണ്. ഈ സമ്പർക്കങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രതിഫലനങ്ങൾ മനസ്സിലാണ്. അതും വ്യക്തിഗതമാണ്. അതിനെ വേണ്ടതുപോലെ അപഗ്രഥിച്ച് മനസ്സിലാക്കി ഒരു സമീകരണം കൊണ്ടുവരുന്നത് ബുദ്ധിയുടെ പ്രയോഗം കൊണ്ടാണ്, വിനിയോഗം കൊണ്ടാണ്. അതും മനസ്സിലുള്ളതാണ്. എന്നിട്ട് എല്ലാം കൂടി പറഞ്ഞു തന്നത് എന്താ? ആഗ്രഹമില്ലാതെ, മമതയില്ലാതെ, അഹങ്കാരമില്ലാതെ ഈ ലോകത്തിൽ വളരെ സ്വച്ഛന്തം സഞ്ചരിച്ചോളൂ എന്നാ. എന്താണ് ഈ ആഗ്രഹം? വ്യക്തിഗതം. മമതയോ വ്യക്തിഗതം. അഹങ്കാരമോ വ്യക്തിഗതം. ഇത് ഇല്ലാതെയാവലോ അതും വ്യക്തിയം തന്നെ. അപ്പോൾ ഈ 6 അധ്യായം വരെ ഒക്കെ അവനവനിൽ മാത്രം അധിഷ്ഠിതമാണ്. 7 മുതൽക്ക് അങ്ങനെയല്ല. എങ്ങനെ ആത്മാവിൻ്റെ വികസിത രൂപം ഈ പ്രപഞ്ചമോ അതേമാതിരി വ്യഷ്ടിയുടെ ഒരു വികസിത ഭാവങ്ങളാണ് എല്ലാറ്റിലും നമ്മൾ കാണുന്നത്. അപ്പോൾ എല്ലാറ്റിനെയും നിയന്ത്രിച്ചും ഒതുക്കിയും ഉള്ളിൽ മുങ്ങി ഒതുങ്ങി ലയിച്ചിരിക്കുന്നതിന് പകരം തൻ്റെ ആത്മാവിൻ്റെ വിസ്തൃതിയും വിസ്താരവുമാണ് എല്ലാം എന്ന് മനസ്സിലാക്കി ആ എല്ലാറ്റിനോടും ഒരു ഏകാത്മഭാവം, ആത്മമയ ഭാവം വരുത്തുക എന്നുള്ളതാണ് 7 മുതൽക്കുള്ള അധ്യായങ്ങളിൽ വർണ്ണിക്കുന്നത്. അതിൽ 9ലാണ് ഒരു തരത്തിൽ അങ്ങേ അറ്റം എത്തിച്ചിട്ടുള്ളത്. 9 ജ്ഞാനാത്മകമാണ്. 8ലൊക്കെ ഭജനയാണ്. 7ലും അതേമാതിരി തന്നെയാണ്. അപ്പോൾ ആ ഭജനയിലൊരു അതൊക്കെ പോയിട്ട് ഏകാത്മകമായ ഒരു ഭാവം, ഒരു മനസ്ഥിതി, ഒരു ജ്ഞാനം അതിനുണ്ടാവണം. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ ഇവിടെ പറഞ്ഞത്? അഭിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യഗ് വ്യവസിതോ ഹി സഃ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ഇത് പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. പ്രേക്ഷകരെ, നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാനിത് പറയുമ്പോൾ നമ്മൾ ദുരാചാരി എന്ന് പറയുന്നു. ആ ദുരാചാരി എവിടെയാ? ഈ ലോകത്തിൽ. ലോകമോ ഭഗവാന്റെ മടിയിൽ. ലോകം മുഴുവനും ഈശ്വരനിലാണ് അധിഷ്ഠിതം എന്നുണ്ടെങ്കിൽ ലോകത്തിലുള്ള ദുരാചാരികളും സദാചാരികളും ഒരുപോലെ ഈശ്വരനിൽ അധിഷ്ഠിതരല്ലേ? ആ ഒരുപോലെ എല്ലാം ഈശ്വരമയം ഈ ജ്ഞാനത്തിലാണ് ഈ 9-ാം അധ്യായം ഊന്നൽ കൊടുക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി തുടങ്ങിയാൽ പിന്നെ വേറെ നിയന്ത്രണം നമുക്ക് ആവശ്യമില്ല. എന്തിനു നിയന്ത്രിക്കണു? എന്തിനു വേണ്ടി നിയന്ത്രിക്കണു? എല്ലാം ഒന്ന്, എല്ലാം ഈശ്വരൻ, എല്ലാം നിലനിൽക്കുന്നത് ഈശ്വരനിലാണ്. ഈശ്വരനോ എല്ലാറ്റിലും അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അപ്പോൾ ഈശ്വരനിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒന്നുമില്ല. അങ്ങനെ എല്ലാം ഈശ്വരനായിരിക്കെ അതിൽ നിന്ന് പിൻവാങ്ങണോ? പിൻവാങ്ങിയിട്ട് നമ്മൾ പോകണത് എവിടേക്കാ? ഇവിടെ പോകേണ്ട ഒരു ആവശ്യം എന്താ? അപ്പോൾ ഇത് ഒരു തരത്തിൽ സമ്പർക്കാത്മകമായ ഒരു സാധനയാണിത്. എല്ലാറ്റിൽ നിന്നും ഒതുങ്ങി വലിഞ്ഞ് ഉള്ളിൽ പൂഴ്ന്നിരിക്കുന്ന ധ്യാനമോ സമാധിയോ അല്ലാതെ എല്ലാറ്റിനോടും കൂടി ബഹുമുഖം വ്യാപാരം ചെയ്തുകൊണ്ട് ആ ചെയ്യുന്ന സമയത്തും ഒരു ച്യുതി മനസ്സിന് വരാതെ, ഈശ്വരീയത വിട്ടുപോകാതെ, ഭഗവന്മയത്വം വിട്ടുപോകാതെ, ആത്മസ്ഥിതി വിട്ടുപോകാതെ
എന്തായാലും ഒരു പട്ടം കയ്യിൽ പറപ്പിക്കുമ്പോൾ അത് വളരെ ദൂരം പോയി കഴിഞ്ഞു. അങ്ങനെ ആടി ഉലഞ്ഞ് പിറന്നൊക്കെ പറക്കും. അങ്ങനെ പറക്കുമ്പോഴും അത് പിടിച്ചു നിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് അത് പോയിട്ടില്ല. അതുപോലെ ആയിരിക്കണം നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി. ആത്മാവിൽ നിന്ന് വിച്ഛിന്നമാകുന്നില്ല, അത് മുറിഞ്ഞു പോകുന്നില്ല. ആത്മാവിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സ് ആത്മസ്ഥിതമാണ്. ഈശ്വരനിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സ് ഈശ്വരീയമാണ്. ബ്രഹ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന മനസ്സ് ബ്രഹ്മമയമാണ്. ആ ബ്രഹ്മമയം ഈശ്വരമയം ആത്മമയം എന്നുള്ള ആ ധാരണ, ജ്ഞാനം, ഉറപ്പ്, വിശ്വാസം, വിവേകം, അതൊരു സ്ഥിതി, ഒരു നിരന്തര സ്ഥിതിയായി മാറുകയാണ്. അതാണ് ഇവിടെയുള്ള വ്യത്യാസം. അതാണ് ഞാൻ തന്നെയാണ് എല്ലാം, അഹം ക്രതുഹു അഹം യജ്ഞ സ്വധാഹം അഹം, എല്ലാം ഇങ്ങനെ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണത്. അത് പരിസമാപിക്കാൻ പോവാണ്. അതിൽ അദ്ദേഹം ഒന്നും കൂടി പറയണു, മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേഭിസ്യുഃ പാപയോനയഃ സ്ത്രിയോ വൈശ്യാസ്തഥാ ശൂദ്രാഃ തേഭിയാന്തി പരാം ഗതിം. മാം ഹി പാർത്ഥ വ്യപാശ്രിത്യ യേഭിസ്യുഃ പാപയോനയഃ. നല്ലത് ചീത്ത, പാപം പുണ്യം, സ്വർഗം നരകം, ശുഭം അശുഭം, അനുകൂലം പ്രതികൂലം, ഇങ്ങനെയുള്ള ഭാവങ്ങൾ കൂടിച്ചേർന്നതാണല്ലോ ഈ ലോകം. ഞാൻ എപ്പോഴും പറയും, ദ്വന്ദ്വ സമാഹാരമാണ് ലോകം എന്ന്. ദ്വന്ദ്വങ്ങളുടെ കൂട്ടക്കൂമ്പാരമാണ് ഈ ലോകം. ആ ദ്വന്ദ്വങ്ങൾ മാനസഭാവരൂപത്തിലാകാം, ബുദ്ധിയിലുള്ള പരിഗണന രൂപത്തിലാകാം, ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ വസ്തുക്കൾ രൂപത്തിൽ സ്ഥൂല രൂപത്തിലാകാം. ഒക്കെ ദ്വന്ദ്വങ്ങളാണ്. ആ ദ്വന്ദ്വങ്ങളുടെ സമാഹാരമായിരിക്കുന്ന ഈ ലോകത്തിൽ മാം ഹി പാർത്ഥം വ്യപാശ്രിത്യ യേഭിസ്യുഃ പാപയോനയഃ. നല്ല യോനിയിൽ ജനിക്കുക, അതല്ലാത്ത യോനിയിൽ ജനിക്കുക എന്നിങ്ങനെ സാപേക്ഷികമായി നമ്മൾ പറയും. ഒരു നല്ല കുലത്തിൽ, നല്ല കുടുംബത്തിൽ ജനിച്ചവൻ 6-ാമത്തെ അധ്യായത്തിൽ പറയുണ്ടായി, ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോ അഭിജായതേ എന്ന് പറഞ്ഞു. നല്ല വൃത്തിയും വെടുപ്പും ഐശ്വര്യവുമുള്ള കുടുംബത്തിൽ യോഗഭ്രഷ്ടൻ വന്ന് ജനിക്കണമെന്ന്. മറിച്ച് പറഞ്ഞൂടെ, വൃത്തിയില്ലാത്ത, ഐശ്വര്യമില്ലാത്ത, കഷ്ടപ്പെട്ട് കഴിയുന്ന, ഒന്നുമില്ലാത്ത അങ്ങനെയുള്ളവർ, അതല്ല പറഞ്ഞത്. അപ്പോൾ കാഴ്ചയ്ക്ക് വെളുപ്പും കറുപ്പുമുള്ളതുപോലെ വൃത്തിയും വെടുപ്പുമുണ്ട്. അങ്ങനെ അല്ലാതെ വൃത്തികേടും വെടുപ്പുകേടുമുണ്ട്. നമ്മുടെ കാല് എല്ലാ സ്ഥലത്തും നടന്നു ഇങ്ങനെ പോണു. ആ കാല് പലയിടത്തിൽ നിന്നും പൊടിയും ചളിയും ഒക്കെ കളക്ട് ചെയ്ത് വരും. അപ്പം നമ്മൾ എപ്പോഴും കാല് കഴുകി വെടുപ്പാക്കിയിട്ടാണ് കിടക്കുക പഴയ കാലത്ത്. ഇന്നത്തെ കാലത്ത് നിലത്തിനും ചെരുപ്പും ഒക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വളരെ കുറവുണ്ടെന്ന് വയ്ക്കുക. പക്ഷേ എന്തായാലും പുറത്തു പോയി വന്നാൽ കാല് കഴുകുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുമാതിരി തല കഴുകുക എന്നുള്ളതില്ല. പരമാവധി കയ്യും കാലും മുഖവും കഴുകും. അതാണല്ലോ തുറന്നു കിടക്കുന്ന സ്ഥലം. അപ്പം നമ്മുടെ ശരീരത്തിലെ എല്ലാ അംഗോപാംഗങ്ങളും ശരിയാണെങ്കിലും കാലിൻ്റെ ഘടന, കാലിൻ്റെ അടിയിലുള്ള തൊലി, ഇതെല്ലാം തന്നെ മണ്ണിലിങ്ങനെ ചവിട്ടി നടക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ്. വെടുപ്പുകേടിലും കാല് വയ്ക്കേണ്ടി വരും നമുക്ക്. അതുപോലെ നമുക്ക് കൈ വയ്ക്കേണ്ടി വരില്ല, മുഖം വയ്ക്കേണ്ടി വരില്ല. അപ്പം സാപേക്ഷികമായിട്ട് നമുക്കറിയാം ഈ ലോകത്തിൽ നല്ല മനുഷ്യരും അല്ലാത്തവരുമുണ്ട്. അപ്പോൾ പാപയോനികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപവൃത്തികൾക്ക് അനുഗുണമായിട്ടുള്ള യോനികളിൽ ജനിച്ചവർ എന്നർത്ഥം. അതിന് ഇനിയിപ്പോൾ ഞാൻ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല, വിവരിക്കേണ്ട ആവശ്യമില്ല.